E20-ക്കെതിരെ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് പുറത്ത്. കേന്ദ്ര സർക്കാരിന്റെ E20 എഥനോൾ പദ്ധതിയെ എതിർക്കുന്ന പ്രതിപക്ഷം നേരത്തെ ഇതിനെ അനുകൂലിച്ചവരാണ്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മോദി സർക്കാരിനെതിരായ അന്ധമായ രാഷ്ട്രീയ വിരോധം മൂലമെന്ന് വ്യക്തമാകുകയാണ്. 20% എഥനോളും 80% പെട്രോളും ചേർന്ന ഇന്ധനമാണ് E20. ഇന്ധന ഇറക്കുമതി കുറയ്ക്കാനും മലിനീകരണം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. കരിമ്പിൽ നിന്നും ചോളത്തിൽ നിന്നും എഥനോൾ ഉണ്ടാക്കാം. പഞ്ചസാരയോ അന്നജമോ പുളിപ്പിച്ച ശേഷം ശുദ്ധീകരിച്ചാണ് എഥനോൾ നിർമ്മിക്കുന്നത്. E20 ഉപയോഗിച്ചാൽ പരിസ്ഥിതി മലിനീകരണം കുറയും, അതായത് കാർബൺ പുറന്തള്ളൽ കുറയും. ആഗോള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. എന്നാൽ വാഹനങ്ങളുടെ മൈലേജ് അല്പം കുറയുമെന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ വ്യക്തമാക്കിയതാണ്. E20യെ എതിർക്കുന്ന പ്രതിപക്ഷ നിരയിലെ പ്രമുഖൻ സഞ്ജയ് റൌത്ത് നേരത്തെ ഇതിനെ അനുകൂലിച്ച് പാർലമെന്റിൽ സംസാരിച്ചയാളാണ്. The government should also encourage blending of ethanol with petrol to save fuel. The government should encourage production of green vehicles and should announce some concession in duties if not already done. Sir, the US sanction against Iran should not come in the way of India importing additional crude from the country. There will be a reduction in the foreign exchange outflow on this account is based on the fact that India paying rupees for oil imports from Iran. This should be pursued vigorously. മുൻ പെട്രോളിയം മന്ത്രി മണിശങ്കർ അയ്യറും E20 അനുകൂലി തന്നെ. ഇവരുടെയൊക്കെ പ്രസംഗം ഇപ്പോഴും പാർലമെന്റ് സഭാ രേഖകളിലുണ്ട്. और हमने आश्वस्त कर दिया है कि एथेनॉल का ब्लेंडिंग होगा पेट्रोल के साथ और यदि एथेनॉल की उपलब्धि ज्यादा बढ़ती हो तो तब इसको हम बढ़ाएंगे. एथेनॉल is a residual product and we in the oil sector are the residual consumer. ഇങ്ങനെ അനുകൂലിച്ചവർ ഇപ്പോൾ എന്തിനാണ് E20 പദ്ധതിയെ എതിർക്കുന്നത്? രാജ്യത്തിന് ഗുണകരമാകുന്നതിനെ എതിർക്കുക എന്നത് മാത്രമാണ് ഇവരുടെ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇരട്ടത്താപ്പ് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ നയമെന്ന് വ്യക്തമാക്കുന്നതാണ് E20 പദ്ധതിയിൽ അവർ സ്വീകരിക്കുന്ന നിലപാട്. ജനം, ഡൽഹി.